ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് ഖത്തറിന്റെ വ്യോമപാത അടച്ച സമയത്ത് 90 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായി ഖത്തർ എയർവേസ് അറിയിച്ചു. ഈ വിമാനങ്ങളിലുണ്ടായിരുന്ന 20,000-ലേറെ യാത്രക്കാരെ 24 മണിക്കൂർ കൊണ്ട് സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതായും ഖത്തർ എയർവേസ് യാത്രക്കാർക്കായി പുറത്തിറക്കിയ തുറന്ന കത്തിൽ പറയുന്നു. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ നിർണായക ഘട്ടത്തിൽ സഹകരിച്ച എല്ലാവർക്കും ഖത്തർ എയർവേസ് സിഇഒ എഞ്ചിനീയർ ബദർ മുഹമ്മദ് അൽമീർ നന്ദി പറഞ്ഞു. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നതിന് 1 മണിക്കൂർ മുമ്പ് വ്യോമപാത അടച്ചതിനെ തുടർന്നുണ്ടായ വെല്ലുവിളികളും സങ്കീർണതകളുമാണ് ഖത്തർ എയർവേസ് മേധാവി തുറന്ന കത്തിൽ വിശദീകരിച്ചത്. വ്യോമപാത അടക്കുമ്പോൾ ഏകദേശം 100 വിമാനങ്ങളാണ് ഖത്തറിന്റെ വ്യോമപരിധിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും ദോഹയോടടുക്കുകയായിരുന്നുവെന്നും പലതും റൺവേകളുടെ അടുത്തേക്ക് എത്തിയിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. നിരവധി വിമാനങ്ങൾ ഏറ്റവും തിരക്കേറിയ ആഗോള കേന്ദ്രങ്ങളിലൊന്നായ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുറപ്പെടലിനായി തയ്യാറായി നിൽക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. സൗദി അറേബ്യയിലേക്കുള്ള 25 വിമാനങ്ങളും തുർക്കിയിലേക്കുള്ള 18 വിമാനങ്ങളും ഇന്ത്യയിലേക്കുള്ള 15 വിമാനങ്ങളും ഒമാനിലേക്കുള്ള 13 വിമാനങ്ങളും UAEയിലേക്കുള്ള 5 വിമാനങ്ങളുമടക്കം 90-ലധികം വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത്. ലണ്ടൻ, ബാഴ്സലോണ, യൂറോപ്പ്, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്കും നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഏകദേശം 3200 ഹോട്ടൽ മുറികളിലായി 4600-ലധികം ഉപഭോക്താക്കൾക്ക് ഹോട്ടൽ താമസ സൗകര്യം ഒരുക്കി. ഈ യാത്രക്കാരിൽ പലർക്കും ടെർമിനലിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരുടെ പുനഃക്രമീകരിച്ച വിമാനങ്ങൾക്കുള്ള ബോർഡിംഗ് പാസുകൾ ലഭിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. വെള്ളം, കംഫർട്ട് കിറ്റുകൾ എന്നിവ നേരിട്ട് വിമാനത്തിൽ വെച്ച് നൽകിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യങ്ങൾക്കുമാണ് പ്രഥമ പരിഗണന നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമായാണ് ഖത്തറിലെ USന്റെ അൽ-ഉദൈദ് സൈനിക താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇതേ തുടർന്ന് ഖത്തറിന് പുറമെ മറ്റു ചില ഗൾഫ് രാജ്യങ്ങളും വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചിരുന്നു. അതേസമയം വിമാനത്താവളത്തിലെ അടിയന്തര സാഹചര്യം കാരണം മലയാളികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. അൻവർ പാലേരി, 24 ദോഹ.